ആദ്യം എലികളിങ്ങനെ ചത്തു വീണു, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മനുഷ്യരാണ് ചത്തു വീണു. അങ്ങനെ മനുഷ്യരും എലികളും ഒക്കെ തെരുവിലും വീടുകളിലും ഒക്കെ ചത്തു വീഴുന്ന ഒരു വലിയ മഹാമാരി കുന്നംകുളത്ത് ആകെ വ്യാപിക്കുകയാണ്. വിശ്വാസികളും വൈദികരും ഒക്കെ ചേർന്ന് പാറമേൽ കത്തനാരെ കോട്ടയത്തേക്ക് അയച്ച് ബാബാ തിരുമേനിയെ കണ്ട് ഇങ്ങനൊരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് അയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, ബാബാ തിരുമേനി ഈ പ്ലേഗ് നടമാടുന്ന ഒരു രാജ്യത്തേക്ക് പോയി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? അതുകൊണ്ട് അത് നടക്കില്ല. പല രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച് മലയാളത്തിൽ തിരിച്ചെത്തി ആ സ്മരണകളൊക്കെ ഒരു പുസ്തകമാക്കി ആ പുസ്തകം സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടുന്നു. ഇങ്ങനൊരു കഥ, അതും അധികം ആളുകൾക്ക് ഓർമ്മയില്ലാത്തവും ഈ ചരിത്ര പുസ്തകത്തിൽ അതുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനോരമ ബുക്സിൻ്റെ വായനശാലയിലേക്ക് വളരെ വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കുന്നംകുളത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അത് ഇപ്പോഴത്തെ കുന്നംകുളത്തിൻ്റെ അല്ല, ഇപ്പോഴത്തെ കഥയല്ല, ഒരു 80-85 കൊല്ലം മുമ്പ് നടന്നൊരു കഥയാണ്. എന്താണ് കഥ? ദാരുണമായ കഥയാണ്. കുന്നംകുളത്ത് 1936 പ്ലേഗ് പടരാം. ആദ്യം അതിൻ്റെ സൂചകമായിട്ട് എലികൾ ഈ പട്ടണത്തിൽ വീടുകളിലും അങ്ങാടികളിലൊക്കെ ഇങ്ങനെ ചത്തു വീഴാൻ തുടങ്ങി. ഇപ്പോൾ ആൽബർട്ട് കാമുവിൻ്റെ പ്ലേഗ് എന്നുള്ള നോവലൊക്കെ വായിച്ചവർക്ക് അതിൻ്റെ ആ ഭീകര അന്തരീക്ഷം ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും. പ്ലേഗ് ആദ്യം എലികളിങ്ങനെ ചത്തു വീണു, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മനുഷ്യരാണ് ചത്തു വീണു. അങ്ങനെ മനുഷ്യരും എലികളും ഒക്കെ തെരുവിലും വീടുകളിലും ഒക്കെ ചത്തു വീഴുന്ന ഒരു വലിയ മഹാമാരി കുന്നംകുളത്ത് ആകെ വ്യാപിക്കുകയാണ്. ആകെ എല്ലാവരും ഭയങ്കരമായി ഭയപ്പെട്ടു, പരിഭ്രമിച്ചു. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ സുബ്രഹ്മണ്യയ്യർ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. അദ്ദേഹം ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, കുന്നംകുളം എന്ന് പറയുന്നത് വളരെ ഡർട്ടി ടൗണാണ്, അത് കണ്ടേജിയസ് ഡിസീസ്, പ്ലേഗ് പോലുള്ള കണ്ടേജിയസ് ഡിസീസിന് പേര് കേട്ടൊരു സ്ഥലമാണ്. അതാണ് 1936 കുന്നംകുളത്തെ പറ്റി അന്നുണ്ടായിരുന്ന ചിത്രം. ആ ചിത്രം അതിനെ ശരിയാക്കുന്ന മട്ടിലാണ് ആ പ്ലേഗ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യേനി? അപ്പോൾ ഇവിടെ ക്രൈസ്തവ വിശ്വാസികളും ഒക്കെ ചേർന്ന് എന്താണ് കാത്തോലിക്ക ഇവിടെ അവരുടെ സഭാധ്യക്ഷനായ കാത്തോലിക്ക ബാവയോട് ചെന്ന് അറിയിച്ചാൽ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ചാൽ ഈ പ്ലേഗ് രോഗം ശമിക്കും എന്ന് തീരുമാനിച്ചു. വിശ്വാസികളും വൈദികരും ഒക്കെ ചേർന്ന് പാറമേൽ കത്തനാരെ കോട്ടയത്തേക്ക് അയച്ച് ബാബാ തിരുമേനിയെ കണ്ട് ഇങ്ങനൊരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് അയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ചെന്നു. അവിടെ കോട്ടയത്തെത്തി. കോട്ടയത്ത് അവിടുത്തെ സഭാ പ്രമാണികരും അതുപോലെ വിശ്വാസികളുടെ പ്രമാണികളൊക്കെ ആയിട്ട് ചർച്ച നടത്തി. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, ബാബാ തിരുമേനി ഈ പ്ലേഗ് നടമാടുന്ന ഒരു രാജ്യത്തേക്ക് പോയി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുത്തരം പറയും? അതുകൊണ്ട് അത് നടക്കില്ല. ബാബാ തിരുമേനി ഒരു കാര്യം ചെയ്യും, ഒരു പ്രതിനിധിയെ അയക്കും. പാമ്പാടി ഗ്രിഗോറിയസ് തിരുമേനിയെ അയക്കാം എന്ന് തീരുമാനമായി. എന്നിട്ട് അതിൻ പ്രകാരം അദ്ദേഹം കുന്നംകുളത്തേക്ക് വരികയാണ്. കുന്നംകുളത്തേക്ക് വരുന്നു. ഇവിടെ അദ്ദേഹം പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്ന ഗോമതി പത്രം അതിന് ആദ്യത്തെ മെയിൻ ഹെഡിങ് ആയിട്ട് വാർത്ത കൊടുക്കുകയാണ്, പ്ലേഗിനെ ഭയക്കാത്ത ഇടയൻ എത്തി എന്ന്. അത്ര വലിയ സംഭവമായിരുന്നു ആ പ്ലേഗ്. ആലോചിക്കുമ്പോൾ നമുക്ക് ഇന്ന് പോലും ഭയപ്പാടോടുകൂടിയല്ലാതെ സ്മരിക്കാൻ പറ്റില്ല. ഈ ഒരു കഥ കുന്നംകുളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ട്. അത് ആ മറഞ്ഞു കിടക്കുന്നതും ഇന്ന് ആ സംഭവത്തിനെ ഓർക്കാൻ കഴിയുന്ന ആളുകൾ പോലും അധികം ജീവിച്ചിരിപ്പില്ല. ഒരു 89-90 വയസ്സായ ആളുകളുടെ മനസ്സിൽ മാത്രമേ ആ പ്ലേഗിൻ്റെ ചരിത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു ചരിത്രം അതുപോലെ അതിൽ പല സഭാചരിത്രമായിട്ടും ഒക്കെ അതിന് ബന്ധമുണ്ട്, ജനജീവിതത്തിൻ്റെ ചരിത്രമായിട്ട് ബന്ധമുണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്തത് ഒരു ഓറൽ ഹിസ്റ്ററി, പല രേഖകളിൽ നിന്നും ആളുകളുടെ സംഭാഷണങ്ങളിൽ നിന്നും ആളുകളുടെ സ്മൃതി സഞ്ചയത്തിൽ നിന്നുമൊക്കെ ശേഖരിച്ച് വി.കെ. ശ്രീരാമൻ എഴുതുകയാണ് ആ പ്ലേഗ് ബാധയുടെ ചരിത്രം. ഇങ്ങനെ ഈ കുന്നംകുളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുടെ ചരിത്ര സ്മരണകളുടെ ഒക്കെ ഒരു സമാഹരണമാണ്
കുന്നംകുളങ്ങരെ എന്ന് പറയുന്ന ചരിത്ര പുസ്തകം. ഇത് വ്യക്തികളുടെ കഥകളിലൂടെയാണ് ഇതൊക്കെ വരുന്നത്. ഈ അടുത്ത വ്യക്തി നമുക്ക് നോക്കാം. ഇങ്ങനെ 2-3 വ്യക്തികൾ മാത്രം എടുത്താൽ മതി. വളരെ വിചിത്രമായും വ്യത്യസ്ത എന്താ പറയണ്ടേ മേഖലകളിൽ നിന്നുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളാണ് കണ്ടംപുള്ളി ബാലൻ. അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. എങ്ങനെയാണ് പ്രസിദ്ധൻ? അദ്ദേഹം ഇവിടുന്ന് 1942 കാലത്ത് സിലോണിലേക്ക് കപ്പൽ കയറിപ്പോയി. ഇവിടുന്ന് അക്കാലത്ത് ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ആളുകൾ അങ്ങനെ പോയിട്ടുണ്ട്. ഉദാഹരണം CV ശ്രീരാമൻ്റെ, VK ശ്രീരാമൻ്റെ ഒക്കെ കുടുംബം, മുൻ തലമുറക്കാരൊക്കെ സിലോണിലായിരുന്നു. അങ്ങനെ കണ്ടംപുള്ളി ബാലൻ അവിടെ എത്തി. അപ്പോൾ അദ്ദേഹം സാധാരണ തൊഴിലാളികളെ പോലെയല്ല, അദ്ദേഹം നിശാ പാഠശാലയിൽ ചേർന്ന് ഇംഗ്ലീഷ് പഠിച്ചു, സിംഹള ഭാഷ പഠിച്ചു. അപ്പോൾ സിംഹള ഭാഷയും ഇംഗ്ലീഷും മലയാളവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കോടതിയിൽ ഔദ്യോഗിക ദ്വിഭാഷിയായിട്ട് നിയമിക്കപ്പെട്ടു. അങ്ങനെ ആയതോടുകൂടി അവിടുത്തെ സിലോണിലെ മലയാളികളുടെ ഇടയ്ക്ക് ഇദ്ദേഹം വളരെ പ്രസിദ്ധനും വളരെ അംഗീകൃതനുമായി. അങ്ങനെ ഇരിക്കുകയാണ് K. ദാമോദരൻ എന്ന് പറയുന്ന ഒരാൾ കമല സർക്കസ് എന്നുള്ള പേരിൽ ഒരു സർക്കസ് കമ്പനിയായിട്ട് സിലോണിലേക്ക് ഊര് ചുറ്റാനും പ്രദർശന ശൃംഖല തന്നെ നടത്താനും വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സഹായിയായി കണ്ടംപുള്ളി ബാലൻ. കണ്ടംപുള്ളി ബാലൻ എന്ന് പറയുന്നത് ഈ സർക്കസ് കമ്പനിയുടെ ഓർഗനൈസിങ് മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിൽ വലിയ ശമ്പളത്തോടുകൂടി നിയമിതനായി. ആ നിയമിതന് അദ്ദേഹം ലോകത്തിൽ പല ഭാഗത്ത് നടന്നു, സഞ്ചരിച്ചു. അങ്ങനെ അവസാനം ഈ കുന്നംകുളത്ത് വന്ന് സെറ്റിൽ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആ അനുഭവങ്ങളൊക്കെ എഴുതി. NV കൃഷ്ണവാര്യരാണ് അദ്ദേഹത്തിൻ്റെ ഈ സർക്കസ് അനുഭവങ്ങളെ മുഴുവൻ മാതൃഭൂമിയിലെ ആഴ്ചപ്പതിപ്പിൽ എഴുതിപ്പിച്ചത്. എന്നിട്ട് സർക്കസ് എന്നുള്ള പേരിൽ അദ്ദേഹം അതൊരു പുസ്തകമാക്കി. പുസ്തകമൊക്കെ മാത്രമല്ല, അതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭിച്ചു. അപ്പോൾ നോക്കൂ, ഒരു വ്യക്തിയിൽ നിന്നിങ്ങനെ വന്ന് ഒരു പല രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച് മലയാളത്തിൽ തിരിച്ചെത്തി ആ സ്മരണകളൊക്കെ ഒരു പുസ്തകമാക്കി. ആ പുസ്തകം സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടുന്നു. ഇങ്ങനൊരു കഥ, അതും അധികം ആളുകൾക്ക് ഓർമ്മയില്ലാത്തവും ഈ ചരിത്ര പുസ്തകത്തിൽ അതുമുണ്ട്. ഈ തരത്തിൽ പ്രാദേശികമായിട്ടുള്ള വസ്തുതകളും സ്മരണകളും ആളുകളുമായിട്ട് ഉള്ള കൂടിക്കാഴ്ചകളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ഓരോ പ്രദേശത്തിൻ്റെയും ചരിത്രം എഴുതുക എന്നുള്ളത് ഇന്ന് എല്ലാ നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഈ കുന്നംകുളത്തിന് ഈ ചരിത്രം ഉള്ളതുപോലെ തൃശ്ശൂരിനും ചരിത്രമുണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു സ്ഥലത്തിനും ചരിത്രം ഉണ്ടാവും. ഇവിടെയുള്ള വേറൊരു ചരിത്രം കലാമണ്ഡലത്തിൻ്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട ഈ കുന്നംകുളത്താണ് ഈ കലാമണ്ഡലത്തിൻ്റെ യഥാർത്ഥത്തിൽ ബീജാവാപം നടന്നത്. അത് എങ്ങനെയാണ് ആ മണക്കുളം രാജാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൽ കലാമണ്ഡലം ഉണ്ടായത്, വള്ളത്തോളും ഒക്കെ അതിനോട് സഹകരിച്ചത്, ഇതൊക്കെ ഒരു ഔദ്യോഗിക രേഖകളിൽ അറിയാൻ കഴിയുന്നതിനേക്കാൾ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ അറിയാം. ഈ പുസ്തകത്തിൻ്റെ ഈ ലക്കങ്ങളിലെ അധ്യായങ്ങൾ ഭാഷാഭൂഷണി എന്ന മാസികയിലാണ് ആദ്യമായിട്ട് ഞാനാണത് പ്രസിദ്ധീകരിച്ചത്. ഞാനത് ശ്രീരാമനെ കൊണ്ട്, VK ശ്രീരാമനെ കൊണ്ട് എഴുതിക്കുകയായിരുന്നു എന്ന് പോലും പറയാം. അങ്ങനൊരു അഭിമാനം എനിക്കതിലുണ്ട്. ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അത് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. നല്ല രസമാണ് അത് എഴുതിപ്പിക്കാൻ. ഞാൻ ശ്രീരാമനെ വിളിക്കും, അപ്പോൾ ഗീതേച്ചിയാണ് ഫോൺ എടുക്കുക. ഗീതേച്ചി ഭയങ്കര ചിരിക്കും. എന്താ വെച്ചാൽ ഇത് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയണം എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഞാൻ VK ശ്രീരാമനെ വീണ്ടും വിളിക്കും, എന്നിട്ട് വീണ്ടും ഉത്സാഹിപ്പിക്കും. അങ്ങനെ ഉത്സാഹിപ്പിച്ചിട്ടും ഈ ഇങ്ങനെ എഴുതിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയ ഒരു സന്തോഷവും കൃതാർത്ഥതയും നൽകുന്നൊരു കാര്യമാണ്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ശ്രീരാമൻ്റെ എഴുത്ത് രീതിയാണെങ്കിൽ വളരെ മധുര മനോഹരമാണ്, വളരെ ലളിതമാണ്, വളരെ ഋജുവാണ്, ഒന്നാം തരം എഴുത്താണ്. ആ എഴുത്ത് ഗുണവും ഈ ചരിത്ര വസ്തുതകളുടെയൊക്കെ ഇപ്പോൾ കൈക്കുളങ്ങര രാമവാര്യർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു സംസ്കൃത പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പറ്റി അപൂർവമായ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇങ്ങനെ ഒരു വളരെ സമ്പന്നമായൊരു പ്രദേശത്തിൻ്റെ അറിയപ്പെടാത്തതും ഓർമ്മിക്കപ്പെടാത്തതുമായ ചരിത്രം മുഴുവൻ വളരെ സരസമായി, ലഘുവായി, ഏറ്റവും റീഡബിളായിട്ട് എഴുതി ഈ കുന്നംകുളങ്ങരെ, അതന്നെ എത്ര നല്ലൊരു മലയാള വാക്കാണ്. കുന്നംകുളം, അതിൻ്റെ കരയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് കുന്നംകുളങ്ങരെ എന്നുള്ള വാക്ക്,
അങ്ങനെ ഒരു പുസ്തകമായി സമാഹരിച്ചത് വായനക്കാർക്കും കുന്നംകുളത്തുകാർക്കും മലയാളികൾക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മലയാള മനോരമ കോട്ടയത്ത് തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ടപ്പോൾ കുന്നംകുളത്ത് കൊണ്ടുവന്നിട്ടാണ് അച്ചടിച്ചത്. അപ്പോൾ അങ്ങനത്തെ ചരിത്ര വസ്തുതകൾ കൂടി ഇതിലുണ്ട്. ഇങ്ങനെ പല വിധത്തിലും ഓർക്കേണ്ടതും അനുസ്മരിക്കേണ്ടതും രേഖപ്പെടുത്തി വെക്കേണ്ടതായ ചരിത്ര വസ്തുതകളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. വളരെ ചെറുതെങ്കിലും വളരെ വിലപ്പെട്ട ഒരു പ്രാദേശിക ചരിത്ര പുസ്തകമാണിത്. അത് 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 വായിക്കണം എന്ന് ശുപാർശ ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്.